നമസ്കാരം. 2026 കറണ്ട് അഫയേഴ്സ് സീരീസിൽ മെയ് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ കേരളവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യയും ലോകവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളെ കുറിച്ച് അറിയുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ കൂടി അംഗമാവുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത്, ആസ്ഥ അക്കാഡമി അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ച ചില പുസ്തകങ്ങളാണ്. പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന വിധത്തിൽ തയ്യാറാക്കിയിട്ടുള്ള പുസ്തകങ്ങളാണ്. ധനതത്വശാസ്ത്രം, അതായത് എല്ലാ പരീക്ഷകൾക്കും പറ്റുന്ന വിധത്തിലുള്ള പുസ്തകം. 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന പുസ്തകം ധനതത്വശാസ്ത്രം. അതുപോലെ തന്നെ സുപ്രധാന നിയമങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആക്ട് ആൻഡ് റൂൾസ് എന്ന് പറയുന്ന ആ സിലബസ് ഭാഗം പഠിക്കാൻ പറ്റുന്ന ഒരു പുസ്തകം. പിന്നെ അത് കഴിഞ്ഞിട്ട് മാർച്ച് മാസം വരെ 2026 മാർച്ച് മാസം വരെയുള്ള കറണ്ട് അഫയേഴ്സ് ഉൾക്കൊള്ളിച്ചിട്ടുള്ള പുസ്തകം. ഈ പുസ്തകങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആണ്. വളരെ ചെറിയ തുകയ്ക്ക് നിങ്ങൾക്ക് ഈ പുസ്തകങ്ങൾ കിട്ടും. പുസ്തകങ്ങൾ ഒരുമിച്ച് വാങ്ങിക്കുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റിനകത്ത് കുറവും വരുത്തി തരുന്നതാണ്. അപ്പോൾ ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ ഈ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക. ഇത്തിരി തിരക്കുള്ള നമ്പറാണ്. ചിലപ്പോൾ വിളിച്ചാൽ കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി, ഞങ്ങൾ നിങ്ങളെ തിരിച്ച് വിളിച്ചുകൊള്ളാം. ഇനി അത് കഴിഞ്ഞിട്ട് പ്രത്യേകം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ആസ്ഥ അക്കാഡമിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പേയ്മെൻറ്റ് നടത്തുമ്പോൾ ആ പേയ്മെൻറ്റ് നമ്മുടെ UPI ID വഴി മാത്രമേ നടത്താവൂ. ഗൂഗിൾ പേ ചെയ്യരുത്. അതുപോലെ തന്നെ ഏതെങ്കിലും QR കോഡ് സ്കാൻ ചെയ്തും നിങ്ങൾ പേയ്മെൻറ്റ് നടത്തരുത്. ആസ്ഥ അക്കാഡമിക്ക് ഒരു UPI ID ഉണ്ട്, qr.aastac@sib. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ നമ്പറിൽ വിളിക്കുമ്പോൾ പറഞ്ഞു തരും. എന്തായാലും പുസ്തകം ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് വിളിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, 10ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് 2005 ഇന്ത്യൻ പാർലമെൻറ്റ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസ്സാക്കുന്നത്, അല്ലേ? അത് 2006 മുതലാണ് രാജ്യത്ത് നിലവിൽ വന്നത്. അപ്പോൾ 2026 ആകുമ്പോൾ ഏതാണ്ട് 20 വർഷം അത് പൂർത്തിയാക്കുകയാണ്. അങ്ങനെ 20 വർഷം പൂർത്തിയാക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ അതിന് പകരമായിട്ട് മറ്റൊരു പദ്ധതി കൊണ്ടുവരുന്നു. ആ പദ്ധതി ഏതാണ് എന്ന് നിങ്ങൾക്കറിയാം. VBG റാംജി പദ്ധതി, അല്ലേ? പഴയ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ പദ്ധതിയാണ് VBG റാംജി പദ്ധതി. ഇതുമായി ബന്ധപ്പെട്ട നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് 2025 പാസ്സാക്കിയ കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്, VBG റാംജി പദ്ധതി എന്നു മുതലാണ് രാജ്യത്ത് നിലവിൽ വരുന്നത്. VBG റാംജി പദ്ധതി എന്നു മുതലാണ് രാജ്യത്ത് നിലവിൽ വരുന്നത് എന്ന് ചോദിച്ചാൽ 2026 ജൂലൈ 1 മുതലാണ്. ഇനി അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കും, VBG റാംജി എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്, അല്ലേ? മുമ്പ് നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി പറയാം. വികസിത് ഭാരത്. വികസിത് ഭാരത്, VB എന്നതിൻ്റെ പൂർണ്ണ രൂപമാണ് വികസിത് ഭാരത്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്നുള്ളതാണ് VBG റാംജി പദ്ധതിയുടെ പൂർണ്ണ രൂപം. ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തായാലും ഈ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം വരും. അത് പ്രസ്താവന രീതിയിലുള്ള ഒരു ചോദ്യമായിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പഴയ തൊഴിലുറപ്പ് പദ്ധതിയും VBG റാംജി പദ്ധതിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളതാണ്. ചെറിയ വ്യത്യാസമുണ്ട്. പഴയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് ഒരു സാമ്പത്തിക വർഷത്തിൽ 100 ദിവസത്തെ തൊഴിലാണ് ഉറപ്പ് നൽകിയിരുന്നത്. പക്ഷേ VBG റാംജി പദ്ധതി പ്രകാരം ഒരു സാമ്പത്തിക വർഷത്തിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് 125 തൊഴിൽ ദിനങ്ങളാണ്
ഉറപ്പ് നൽകുന്നത്. അപ്പോൾ പണ്ട് 100 ദിവസമായിരുന്നു എങ്കിൽ ഇപ്പോൾ 125 ദിവസം എന്താണ് തൊഴിൽ ദിവസങ്ങൾ ഉറപ്പ് നൽകുന്നു എന്നുള്ളതാണ് ഒരു വ്യത്യാസം. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട വ്യത്യാസം പദ്ധതി വിഹിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ പദ്ധതി ചെലവിൻ്റെ 90% നേരത്തെ കേന്ദ്ര സർക്കാരാണ് വഹിച്ചിരുന്നത്, 10% മാത്രമാണ് സംസ്ഥാന സർക്കാരുകൾ വഹിച്ചിരുന്നത്. പക്ഷേ VBG റാംജി പദ്ധതി പ്രകാരം കേന്ദ്ര വിഹിതം കുറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര വിഹിതം 60%, സംസ്ഥാനങ്ങളുടെ വിഹിതം 40% ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര വിഹിതം 60%, സംസ്ഥാനങ്ങളുടെ വിഹിതം 40%. അങ്ങനെ പറയുമ്പോഴും ചില സംസ്ഥാനങ്ങൾക്ക് ഇളവുണ്ട്. അതായത് ഹിമാലയൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം പോലുള്ള സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങൾക്ക് പഴയതുപോലെ തന്നെയാണ് 90% കേന്ദ്ര വിഹിതം കിട്ടും, 10% സംസ്ഥാനങ്ങൾ വഹിച്ചാൽ മതി. അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ അല്പം പിന്നോക്കാവസ്ഥയിൽ കഴിയുന്ന സംസ്ഥാനങ്ങളാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്കും പഴയ പോലെ തന്നെയാണ്. അതായത് 90% കേന്ദ്ര സർക്കാർ വിഹിതം നൽകും, 10% ആര് വഹിച്ചാൽ മതി? അതാത് സംസ്ഥാനങ്ങൾ വഹിച്ചാൽ മതി. ഇനി അത് കഴിഞ്ഞിട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ കാര്യം എങ്ങനെയാണ്? കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്ന് പറയുമ്പോൾ 2 തരത്തിലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന്, സ്വന്തമായിട്ട് നിയമസഭകളുള്ള കേന്ദ്രഭരണ പ്രദേശം, അതായത് പുതുച്ചേരി, ഡൽഹി, കാശ്മീർ പോലുള്ള സ്വന്തമായിട്ട് നിയമസഭകളുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് എങ്കിൽ പദ്ധതി വിഹിതത്തിൻ്റെ 90% കേന്ദ്ര സർക്കാർ വഹിക്കും, 10% അതാത് ഭരണകൂടങ്ങൾ വഹിച്ചാൽ മതി. എന്നാൽ സ്വന്തമായിട്ട് നിയമസഭയില്ലാത്ത കേന്ദ്രഭരണ പ്രദേശങ്ങളാണെങ്കിൽ, അതായത് ആൻഡമാൻ, ലക്ഷദ്വീപ്, ചണ്ഡീഗഡ് പോലുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളാണെങ്കിൽ 100% പദ്ധതി വിഹിതത്തിൻ്റെ 100% ആര് വഹിക്കും? കേന്ദ്ര സർക്കാർ വഹിക്കും, അല്ലേ? അപ്പം ഞാൻ ഈ പറഞ്ഞ പോയിന്റുകളുണ്ട്, ഇതായിരിക്കും പരീക്ഷയ്ക്ക് വരുന്നത്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പോയിന്റ് ഇതാണ്: VBG റാംജി പദ്ധതി രാജ്യത്ത് നിലവിൽ വരുന്നത് എന്ന് മുതലാണ് എന്ന് ചോദിച്ചാൽ 2026 ജൂലൈ 1 മുതലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഭാഗത്തോട്ട് വരാം. നിങ്ങൾക്കറിയാം 2026 ഏപ്രിൽ മാസത്തിൽ ചില സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നതെന്ന് നിങ്ങൾക്കറിയാം. കേരളത്തിൽ നടന്നിട്ടുണ്ട്, തമിഴ്നാട്ടിൽ നടന്നിട്ടുണ്ട്, ആസാമിൽ നടന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് പശ്ചിമ ബംഗാൾ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കേന്ദ്രഭരണ പ്രദേശത്തു കൂടി തെരഞ്ഞെടുപ്പ് നടന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പാണ് പുതുച്ചേരിയിൽ, അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് മുഖ്യമന്ത്രിമാർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും. അങ്ങനെ വരുമ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്? ഹിമന്ത ബിശ്വ ശർമ്മ ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് എന്ന് ചോദിച്ചാൽ ആസാമിലെ മുഖ്യമന്ത്രിയാണ്. നേരത്തെയും അദ്ദേഹം തന്നെയായിരുന്നു മുഖ്യമന്ത്രി. ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ പാർട്ടി ജയിച്ചു, അപ്പോൾ വീണ്ടും അദ്ദേഹം മുഖ്യമന്ത്രിയായി. ഹിമന്ത ബിശ്വ ശർമ്മ ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് എന്ന് ചോദിച്ചാൽ ആസാമിലെ മുഖ്യമന്ത്രിയാണ്. അതുപോലെ ശ്രദ്ധിക്കണം, സുവേന്ദു അധികാരി ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്? സുവേന്ദു അധികാരി ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് എന്ന് ചോദിച്ചാൽ അത് പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രിയാണ്. നേരത്തെ അവിടെ മമതാ ബാനർജി ആയിരുന്നു, ഇപ്പോൾ പുതിയ മുഖ്യമന്ത്രി ആരാണ്? സുവേന്ദു അധികാരി, അല്ലെ? അതുപോലെ എൻ രംഗസ്വാമി എവിടുത്തെ മുഖ്യമന്ത്രിയാണ്? പുതുച്ചേരിയിലെ മുഖ്യമന്ത്രിയാണ്. കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള പുതുച്ചേരിയിലെ മുഖ്യമന്ത്രിയാണ് എൻ രംഗസ്വാമി എന്ന് ഓർക്കുക. കേരളത്തിലെ മുഖ്യമന്ത്രി നിങ്ങൾക്കറിയാം VD സതീശൻ. തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ആരാണ്? അത് ജോസഫ് വിജയ് ആണ്, അല്ലേ? അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അതോടൊപ്പം തന്നെ വേറെ ചില ആൾക്കാരുടെ പേര് കൂടി മനസ്സിലാക്കി വെക്കണം. നേരത്തെ പഠിച്ചിട്ടുണ്ട്. ബീഹാറിലെ മുഖ്യമന്ത്രി ആരാണ്? ഈ അടുത്ത കാലത്താണ് ബീഹാറിലും പുതിയൊരു മുഖ്യമന്ത്രി വന്നത്. ബീഹാറിലെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് സമ്രാട്ട് ചൗധരിയാണ്. ആരാണ്? സമ്രാട്ട് ചൗധരിയാണ് ബീഹാറിലെ പുതിയ മുഖ്യമന്ത്രി. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, പുതിയൊരു മുഖ്യമന്ത്രിയാണ് യുംനം ഖേംചന്ദ് സിംഗ് ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് എന്ന് ചോദിച്ചാൽ മണിപ്പൂരിലെ മുഖ്യമന്ത്രിയാണ്. ശ്രദ്ധിച്ചു വയ്ക്കണം, ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. യുംനം ഖേംചന്ദ് സിംഗ് ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി? മണിപ്പൂരിലെ മുഖ്യമന്ത്രിയാണ്, അല്ലെ? ആഭ്യന്തര സംഘർഷമൊക്കെ നടക്കുന്ന സ്ഥലമാണ് മണിപ്പൂർ. അപ്പോൾ അതുകൊണ്ട് ഇത് ശ്രദ്ധയിൽ വേണം. യുംനം ഖേംചന്ദ് സിംഗ് ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി? അത് മണിപ്പൂരിലെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ മുഖ്യമന്ത്രിമാരെ പരിചയപ്പെട്ട് വയ്ക്കണം.
ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഭാഗത്തോട്ട് വരാം. നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് 2026-2027 സെൻസസ്. 2026-2027 സെൻസസ് അല്ലെ, ശരിക്കും 2021 നടക്കേണ്ട സെൻസസ് ആണ്. കോവിഡ് കാരണം നടന്നില്ല. അതാണ് 2026-2027 വർഷമായിട്ട് നടക്കുന്നത്. സ്വതന്ത്ര ഭാരതത്തിലെ 8ാമത്തെ സെൻസസ് അല്ലെ, സ്വതന്ത്ര ഭാരതത്തിലെ 8ാമത്തെ സെൻസസ് ആണ് ഏതെന്ന് പഠിച്ചിട്ടുണ്ട്? 2026-2027 സെൻസസ്. ആദ്യമായിട്ടാണ് സ്വതന്ത്ര ഭാരതത്തിൽ ജാതി തിരിച്ച് സെൻസസ് നടത്തുന്നത്. 2026-27 സെൻസസ് ജാതി തിരിച്ച് നടത്തുന്ന സെൻസസ് കൂടിയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 ഘട്ടമായിട്ടാണ് ഈ സെൻസസ് നടക്കുന്നത്. ആദ്യത്തെ ഘട്ടത്തിൽ രാജ്യത്തിനകത്തുള്ള വീടുകളുടെ എണ്ണമാണ് എടുക്കുന്നത്. 2ാമത്തെ ഘട്ടത്തിലാണ് ജനങ്ങളുടെ എണ്ണം തിട്ടപ്പെടുത്തുന്നത്. അപ്പോൾ 2026-2027 സെൻസസ് സ്വതന്ത്ര ഭാരതത്തിലെ 8ാമത്തെ സെൻസസ് അല്ലെ, ജാതി തിരിച്ച് നടത്തുന്ന സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ സെൻസസ്, പൂർണ്ണമായിട്ടും ഡിജിറ്റലായിട്ട് നടത്തുന്ന സെൻസസ്. ലോകത്ത് തന്നെ ആദ്യമായിട്ട് നടത്തുന്ന ഡിജിറ്റൽ സെൻസസ് ആണ് ഏത്? ഇന്ത്യയിലെ സെൻസസ് അല്ലെ, ഡിജിറ്റൽ സെൻസസ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, ഈ സെൻസസുമായി ബന്ധപ്പെട്ട് ഭാഗ്യചിഹ്നമുണ്ട്. ഭാഗ്യചിഹ്നം അല്ലെ, ആ ഭാഗ്യചിഹ്നം ഏതാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? പ്രഗതിയും വികാസും. പ്രഗതിയും വികാസും. സെൻസസ് നടത്തുന്ന ഉദ്യോഗസ്ഥർ, നമ്മൾ അവരെ പറയുന്നത് എന്യൂമറേറ്റർ എന്നാണ്. എന്യൂമറേറ്റർ. അതിൽ വനിതാ എന്യൂമറേറ്ററെ സൂചിപ്പിക്കാനാണ് പ്രഗതി, പുരുഷ എന്യൂമറേറ്ററെ സൂചിപ്പിക്കാനാണ് ഏത്? വികാസ് അല്ലെ. അപ്പോൾ 2026-2027 സെൻസസ് അതിൻ്റെ ഭാഗ്യചിഹ്നം എന്താണ്? പ്രഗതിയും വികാസുമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, 2026-2027 സെൻസസുമായി ബന്ധപ്പെട്ട് ഒരു ടോൾ ഫ്രീ നമ്പറുണ്ട്. ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, ജനങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടോൾ ഫ്രീ നമ്പർ കൂടി പുറത്തിറക്കിയിട്ടുണ്ട്. ആ ടോൾ ഫ്രീ നമ്പറാണ് 1855 1855 അല്ലെ. ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്. പുതുതായിട്ട് ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കണം. രാജ്യത്തെ ഇപ്പോഴത്തെ സെൻസസ് കമ്മീഷണർ ആരാണ്? സെൻസസ് നടക്കുകയാണല്ലോ. അപ്പോൾ രാജ്യത്തെ ഇപ്പോഴത്തെ സെൻസസ് കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ മൃത്യുഞ്ജയ കുമാർ നാരായൺ. മൃത്യുഞ്ജയ കുമാർ നാരായൺ IAS ആണ് രാജ്യത്തെ ഇപ്പോഴത്തെ സെൻസസ് കമ്മീഷണർ. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് കൂടിയുണ്ട്. 2026-2027 സെൻസസിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? 2026-2027 സെൻസസിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരെന്ന് ചോദിച്ചാൽ സുദർശൻ പട്നായക് ആണ്. ആരാണ്? സുദർശൻ പട്നായക്. ഒഡീഷയിൽ നിന്നുള്ള ഒരു കലാകാരനാണ്, സാൻഡ് ആർട്ടിസ്റ്റ് ആണ്, മണൽ കലാകാരൻ എന്ന് പറയും. മണലിൽ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്ന ഒരു സാൻഡ് ആർട്ടിസ്റ്റ് ആണ് സുദർശൻ പട്നായക്. അപ്പോൾ 2026-2027 സെൻസസിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് സുദർശൻ പട്നായക്. 2026-2027 സെൻസസ് അത് നടക്കുമ്പോൾ ഇന്ത്യയുടെ സെൻസസ് കമ്മീഷണർ ആര് എന്ന് കൂടി അറിഞ്ഞു വെക്കണം. ആരാണ്? മൃത്യുഞ്ജയ കുമാർ നാരായൺ അല്ലെ. നേരത്തെ പറഞ്ഞ പോയിന്റുകളെല്ലാം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ 2 പുതിയ പോയിന്റുകൾ കൂടി ആഡ് ചെയ്യണം. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പോയിന്റിലോട്ട് വരാം. ഇന്ത്യയുടെ പുതിയ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായിട്ട് നിയമിക്കപ്പെട്ടത് ആരാണ്? ഇന്ത്യയുടെ പുതിയ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അല്ലെ. ഇപ്പം നമുക്ക് നാവികസേനയുണ്ട്, കരസേനയുണ്ട്, വായുസേനയുണ്ട്. ഇതിനെല്ലാം പ്രത്യേകം അധിപന്മാരുണ്ട് അല്ലെ. ഈ 3 സേനകളുടെയും ഈ പറഞ്ഞ മേധാവിയാണ് ആര്? ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. പുതുതായിട്ട് കൊണ്ടുവന്ന ഒരു തസ്തികയാണ്. അപ്പോൾ ആദ്യത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആരാണ്? വിപിൻ റാവത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആണ് വിപിൻ റാവത്ത്. 2ാമത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആണ് അനിൽ ചൗഹാൻ. ആരാണ്? അനിൽ ചൗഹാൻ ആണ് 2ാമത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. അദ്ദേഹത്തിൻ്റെ കാലാവധി പൂർത്തിയായി. ഇപ്പോൾ പുതിയ ഒരു ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് വരുന്നു. അതായത് ഇന്ത്യയുടെ 3ാമത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരെന്ന് ചോദിച്ചാൽ NS രാജസുബ്രഹ്മണി. NS രാജസുബ്രഹ്മണി. അപ്പോൾ ഇന്ത്യയുടെ 3ാമത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായിട്ട് നിയമിക്കപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചാൽ NS രാജസുബ്രഹ്മണി അല്ലെ. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണി. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കണം. അതുപോലെ ഇന്ത്യയുടെ പുതിയ നാവികസേനാ മേധാവി ആരാണ്?
പഴയ നാവികസേനാ മേധാവിയെ നിങ്ങൾക്കറിയാം, ദിനേശ് കുമാർ ത്രിപാഠി ആയിരുന്നു പഴയ നാവികസേനാ മേധാവി. അദ്ദേഹത്തിൻ്റെ കാലാവധി പൂർത്തിയായി. പുതിയ നാവികസേനാ മേധാവി നിയമിക്കപ്പെട്ടു. പുതിയ നാവികസേനാ മേധാവി ആരെന്ന് ചോദിച്ചാൽ കൃഷ്ണ സ്വാമിനാഥൻ. കൃഷ്ണ സ്വാമിനാഥൻ, വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനാണ് ഇന്ത്യയുടെ പുതിയ നാവികസേനാ മേധാവി, അല്ലേ? അപ്പോൾ 2 പോയിന്റുകളാണ് പറഞ്ഞത്. ഇന്ത്യയുടെ 3ാമത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആയിട്ട് നിയമിക്കപ്പെട്ടത് ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണി. ഇന്ത്യയുടെ ഏറ്റവും പുതിയ നാവികസേനാ മേധാവിയായിട്ട് നിയമിക്കപ്പെട്ടത് വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗത്തോട്ടാണ് നമ്മൾ വരുന്നത്. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ലോകത്തെ ആദ്യത്തെ മൾട്ടി സെൻസർ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം. ലോകത്തെ ആദ്യത്തെ മൾട്ടി സെൻസർ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം, എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്, അല്ലെ? മൾട്ടി സെൻസർ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ലോകത്തെ തന്നെ ആദ്യത്തേതാണ്. അതിൻ്റെ പേരാണ് ദൃഷ്ടി. ലോകത്തെ ആദ്യത്തെ മൾട്ടി സെൻസർ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ ദൃഷ്ടിയാണ്, അല്ലെ? അപ്പോൾ ഭൂമിയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ, ചിത്രങ്ങൾ, അല്ലെ, കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റം, പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റം ഒക്കെ ഒപ്പിയെടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള കുറച്ചുകൂടി ക്ലാരിറ്റിയുള്ള ചിത്രങ്ങളൊക്കെ ഈ ഉപഗ്രഹത്തിന് നൽകാനായിട്ട് പറ്റും. അങ്ങനെ ലോകത്തിലെ ആദ്യത്തെ മൾട്ടി സെൻസർ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? ദൃഷ്ടിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്രാധാന്യം എന്താണ്? ഒരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പാണ് ഈ ഉപഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. ISRO അല്ല, ഒരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പാണ്. ഗാലക്സ് ഐ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പാണ് ലോകത്തെ തന്നെ ആദ്യത്തെ മൾട്ടി സെൻസർ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായിട്ടുള്ള ഏത് ദൃഷ്ടി നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഈ അടുത്ത കാലത്ത് വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? കാലിഫോർണിയയിൽ നിന്നാണ്. എവിടെ നിന്നാണ്? കാലിഫോർണിയയിൽ നിന്നാണ്. നിങ്ങൾക്കറിയാം സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ റോക്കറ്റിൽ കാലിഫോർണിയയിൽ നിന്നാണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ മൾട്ടി സെൻസർ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായിട്ടുള്ള ദൃഷ്ടി വിക്ഷേപിക്കപ്പെട്ടത്. അപ്പോൾ ദൃഷ്ടി എന്ന് പറയുന്ന ഈ പറഞ്ഞ ഉപഗ്രഹം നിർമ്മിച്ചത് ഒരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പാണ് എന്നുള്ളത് മനസ്സിലായിക്കോണം. ആ ഇന്ത്യൻ സ്റ്റാർട്ടപ്പിൻ്റെ പേരാണ് ഗാലക്സ് ഐ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നിങ്ങളത് നിർബന്ധമായിട്ടും ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നല്ലൊരു പോയിന്റിലോട്ടാണ് നമ്മൾ വരുന്നത്. 2026 മെയ് മാസത്തിൽ ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 2026 മെയ് മാസത്തിൽ ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഒരു രോഗം പടരുന്നതിൻ്റെ കാരണത്താലാണ് ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത്. അപ്പോൾ ഏത് രോഗം പടരുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് 2026 മെയ് മാസത്തിൽ ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എബോള എന്ന് പറയുന്ന രോഗമാണ്. ഏതാണ്? എബോള. എബോള എന്ന് പറയുന്നത് മാരകമായിട്ടുള്ള ഒരു വൈറസ് രോഗമാണ്. ഈ രോഗം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത് ആഫ്രിക്കയിലാണ്. കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ മധ്യ ആഫ്രിക്കയിലാണ് ഈ രോഗം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, അതുപോലെ തന്നെ ഉഗാണ്ട, സൗത്ത് സുഡാൻ എന്നീ രാജ്യങ്ങളിൽ ഈ രോഗം, മാരകമായിട്ടുള്ള ഈ വൈറസ് രോഗം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് 2026 മെയ് മാസത്തിൽ ലോക ആരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, ശ്രദ്ധിച്ചു വെക്കണം. ഏതാണ് രോഗം? എബോള. അതുപോലെ ഈ 2026 മെയ് മാസത്തിൽ വാർത്തയിൽ നിറഞ്ഞു നിന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഏപ്രിൽ മെയ് മാസത്തിലായിട്ട് വാർത്തയിൽ നിറഞ്ഞു നിന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏത്? ഹാൻഡ വൈറസ്. ഹാൻഡ വൈറസ് എന്ന് പറയുന്നത് അപൂർവ ഇനത്തിൽപ്പെട്ട വൈറസാണ്. എലികളിൽ നിന്ന് മനുഷ്യരിലോട്ട് പടരുന്ന ഒരു വൈറസാണ് ഹാൻഡ വൈറസ്. അപ്പോൾ ഈ ഹാൻഡ വൈറസ് ബാധ
ഒരു ആഡംബര കപ്പലിൽ പെട്ടെന്നുണ്ടായി. ഒരു ഡച്ച് ആഡംബര കപ്പലിൽ പെട്ടെന്നുണ്ടായി. ആ കപ്പലിലുള്ള ആൾക്കാർക്കൊക്കെ ഹാൻഡ വൈറസ് ബാധയുണ്ടായി. 3 പേർ മരിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് ഈ ആഡംബര കപ്പൽ തീരത്ത് അടുപ്പിച്ചു. അതിനകത്തുള്ള ആൾക്കാരെയൊക്കെ എവാക്യുവേറ്റ് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു വൈറസാണ് ഹാൻഡ വൈറസ്. അപ്പോൾ ആ ഹാൻഡ വൈറസ് ബാധ ഉണ്ടായത് ഏത് ആഡംബര കപ്പലിലാണ് എന്നുള്ള ഒരു ചോദ്യം പ്രതീക്ഷിച്ചോണം. ആ ആഡംബര കപ്പലിൻ്റെ പേരാണ് MV ഹോണ്ടിയസ്. നെതർലാൻഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലാണ്. അതായത് ഒരു ഡച്ച് ആഡംബര കപ്പലാണ് MV ഹോണ്ടിയസ് അല്ലേ. അപ്പോൾ ഹാൻഡ വൈറസ് ബാധ പടർന്നതിനെ തുടർന്ന് വാർത്തയിൽ ഇടം പിടിച്ച ഡച്ച് ആഡംബര കപ്പൽ ഏത് എന്ന് ചോദിച്ചാൽ MV ഹോണ്ടിയസ് ആണ്. ശ്രദ്ധിച്ചു വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ 2026 മെയ് മാസത്തിൽ കുതിരപ്പനി എന്ന് പറയുന്ന രോഗം, കുതിരപ്പനി നമ്മൾ വേറെ രീതിയിൽ ഗ്ലാൻഡേഴ്സ് ഡിസീസ് എന്ന് പറയും. എന്താണ് ഗ്ലാൻഡേഴ്സ് ഡിസീസ് അഥവാ കുതിരപ്പനി? കുതിരകളിൽ നിന്ന്, കഴുതകളിൽ നിന്ന് മനുഷ്യരിലോട്ട് പകരുന്ന രോഗമാണ്. ഹാൻഡ വൈറസ് എന്ന് പറയുന്നത് എലികളിൽ നിന്ന് മനുഷ്യരിലോട്ട് പകരുന്നതാണ്. ഇപ്പോൾ കുതിരപ്പനി എന്ന് പറയുന്നത് കുതിര, കഴുത പോലുള്ള ജന്തുക്കളിൽ നിന്ന് മനുഷ്യരിലോട്ട് പകരുന്ന രോഗമാണ്. ജന്തുക്കളിൽ നിന്ന് മനുഷ്യരിലോട്ട് പകരുന്ന രോഗങ്ങളെ നമ്മൾ പൊതുവിൽ പറയുന്നത് സൂണോട്ടിക് ഡിസീസസ് എന്നാണ്. എന്താണ് സൂണോട്ടിക് ഡിസീസ്? അപ്പോൾ അങ്ങനെ ഒരു രോഗമാണ് കുതിരപ്പനി. 2026 മെയ് മാസത്തിൽ ഈ കുതിരപ്പനി രോഗം അഥവാ ഗ്ലാൻഡേഴ്സ് ഡിസീസ് ഇന്ത്യയിലെ ഒരു നഗരത്തിൽ റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യയിലെ ഒരു നഗരത്തിൽ ഗ്ലാൻഡേഴ്സ് ഡിസീസ്, കുതിരപ്പനി രോഗം റിപ്പോർട്ട് ചെയ്തു. ഏത് നഗരത്തിലാണ് റിപ്പോർട്ട് ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം. ഇത് ഏത് നഗരത്തിലാണ് പടർന്നതെന്ന് ചോദിച്ചാൽ ചെന്നൈ നഗരത്തിലാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചു. ഏത് രോഗം അല്ലെങ്കിൽ ഏത് വൈറസ് ബാധ പടരുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്ന് ചോദിച്ചാൽ എബോള രോഗം അല്ലെങ്കിൽ എബോള വൈറസ്. ഹാൻഡ വൈറസുമായി ബന്ധപ്പെട്ട ഒരു കപ്പലിൻ്റെ പേര് പറഞ്ഞു. ഒരു ആഡംബര കപ്പലാണ് MV ഹോണ്ടിയസ്. 2026 മെയ് മാസത്തിൽ കുതിരപ്പനി രോഗം റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയിലെ ഏത് പട്ടണത്തിലാണ് എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. ഏത് പട്ടണത്തിലാണ്? ചെന്നൈയിലാണ്. ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഭാഗത്തോട്ട് വരാം. 2026 സെൻട്രൽ മറൈൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ റിപ്പോർട്ട്, 2026 സെൻട്രൽ മറൈൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സമുദ്ര മത്സ്യ ലഭ്യതയുള്ള സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. ഏതാണ്? തമിഴ്നാടാണ്. ഇതുപോലെ നമ്മുടെ കാര്യം ചോദിച്ചാലോ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ സമുദ്ര മത്സ്യ ലഭ്യതയുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമുദ്ര മത്സ്യ ലഭ്യതയുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയാണ് എന്ന് മനസ്സിലാക്കി വയ്ക്കണം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച മറൈൻ ജില്ലയാണ് കൊല്ലം. ഈ അടുത്ത കാലത്ത് വന്ന മറ്റൊരു റിപ്പോർട്ടിനകത്ത് പറഞ്ഞ കാര്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച മറൈൻ ഡിസ്ട്രിക്റ്റ് ആണ് ഏത്? കൊല്ലം അല്ലെ. ഈ അടുത്ത കാലത്ത് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. കേരളത്തിന്റെ കടൽ തീരങ്ങളിൽ ധാരാളമായിട്ട് കാണപ്പെടുന്ന മത്സ്യം ഏതാണ്? കേരളത്തിന്റെ കടൽ തീരങ്ങളിൽ ധാരാളമായിട്ട് കാണുന്ന മത്സ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് മത്തിയാണ്. ഏതാണ്? മത്തിയാണ്. ശരി, അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിനകത്ത് നമുക്ക് പഠിക്കേണ്ട പോയിന്റ് ഇതാണ്. 2026 സെൻട്രൽ മറൈൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും അധികം സമുദ്ര മത്സ്യസമ്പത്തുള്ള സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. ശരി, അത് ഓർത്തോണം. ഇനി അത് കഴിഞ്ഞിട്ട് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സൈബർ കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? 2026 നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൈബർ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ തെലുങ്കാനയാണ്. ഏതാണ്? തെലുങ്കാന. അതുപോലെ മറ്റൊരു ചോദ്യം കൂടി പ്രതീക്ഷിക്കണം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സൈബർ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന പട്ടണം ഏതാണെന്ന് ചോദിച്ചാൽ ബംഗളൂരു ആണ്. ഏതാണ്? ബംഗളൂരു അല്ലേ. അപ്പോൾ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അവരുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് തെലുങ്കാനയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൈബർ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന പട്ടണം ഏതെന്ന് ചോദിച്ചാൽ അത് ഏത് പട്ടണമാണ്? ബംഗളൂരുവാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നല്ല ഒരു ചോദ്യമാണ്. ഇന്ത്യയുടെ 18ാമത്തെ റെയിൽവേ സോൺ.
ഇന്ത്യയുടെ 18ാമത്തെ റെയിൽവേ സോൺ 2026 മെയ് മാസത്തിൽ പ്രവർത്തന സജ്ജമായി. ഏതാണ് എന്നുള്ളതാണ് ചോദ്യം അല്ലെ. ഇന്ത്യയുടെ 18ാമത്തെ റെയിൽവേ സോൺ 2026 മെയ് മാസത്തിൽ പ്രവർത്തന സജ്ജമായി. ഏതാണ് ആ റെയിൽവേ സോൺ എന്ന് ചോദിച്ചാൽ സൗത്ത് കോസ്റ്റ് റെയിൽവേ ആണ്. സൗത്ത് കോസ്റ്റ് റെയിൽവേ ഇന്ത്യയുടെ 18ാമത്തെ റെയിൽവേ സോൺ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ഒടുവിലത്തെ റെയിൽവേ സോൺ, ഏറ്റവും ഒടുവിലായിട്ട് നിലവിൽ വന്ന റെയിൽവേ സോൺ ഏതെന്ന് ചോദിച്ചാൽ സൗത്ത് കോസ്റ്റ് റെയിൽവേ ആണ്. ആ റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിക്കും. ഉറപ്പായിട്ടും വരുന്ന പരീക്ഷകൾക്ക് ചോദിക്കും വിശാഖപട്ടണം അല്ലേ. അപ്പോൾ ഇന്ത്യയുടെ 18ാമത്തെ റെയിൽവേ സോണാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേ. 2026 മെയ് മാസത്തിൽ ഇതെന്തായി? ഇത് പ്രവർത്തന സജ്ജമായി. അപ്പോൾ ആ സൗത്ത് കോസ്റ്റ് റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ വിശാഖപട്ടണം, ആന്ധ്രാപ്രദേശ് അല്ലേ. ഞാനിതിപ്പോൾ പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു സംശയമുണ്ട്. എന്താണ് സംശയം? മൊത്തം 19 റെയിൽവേ സോൺ ഇല്ലേ സാർ എന്നുള്ളതാണ് സംശയം അല്ലേ. അതിൽ 19 ആകണമെങ്കിൽ നമ്മൾ എന്തുകൂടി ചേർത്ത് പറയണം? കൊൽക്കത്ത മെട്രോ റെയിലിനെ കൂടെ ചേർത്താൽ മാത്രമേ 19 റെയിൽവേ സോൺ എന്ന് പറയുള്ളൂ. കൊൽക്കത്ത മെട്രോ റെയിലിനെ ചേർക്കാതെ പറയുമ്പോഴാണ് 18 റെയിൽവേ സോൺ എന്ന് പറയുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 18ാമത്തെ റെയിൽവേ സോൺ 2026 മെയ് മാസത്തിൽ പ്രവർത്തന സജ്ജമായി എന്നാണ് കേന്ദ്ര സർക്കാർ അവരുടെ റിപ്പോർട്ടിനകത്ത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ പഠിക്കാം. 18ാമത്തെ റെയിൽവേ സോൺ ആണ് ഏത്? വിശാഖപട്ടണം കേന്ദ്രമായിട്ടുള്ള സൗത്ത് കോസ്റ്റ് റെയിൽവേ. നല്ല ഒരു പോയിന്റ് ആണ്. ഉറപ്പായിട്ടും വരുന്ന പരീക്ഷകൾക്ക് ചോദിക്കും. ജോഗ്രഫിയുടെ ഭാഗത്ത് കറണ്ട് അഫയേഴ്സ് ആയിട്ടായിരിക്കും ഈ ചോദ്യം വരുന്നത്. ജോഗ്രഫി ഭാഗത്ത് നിങ്ങൾക്ക് ഗതാഗതം എന്ന് പറയുന്ന ഒരു ഭാഗം പഠിക്കാനുണ്ട്. അവിടെ ആയിരിക്കും ഇത് കറണ്ട് അഫയേഴ്സിലെ ചോദ്യമായിട്ട് വരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാം യോഗ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം, അന്താരാഷ്ട്ര യോഗ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം അല്ലെ. ഇന്ത്യ വളരെ കാലമായിട്ട് ശക്തമായിട്ട് സമ്മർദ്ദം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അന്താരാഷ്ട്ര യോഗ ദിനമായിട്ട് ജൂൺ 21 ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ചത് അല്ലെ. യോഗ ദിനം ജൂൺ 21. അപ്പോൾ ഈ യോഗ ദിനവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് പലതരത്തിലുള്ള പരിപാടികൾ നടക്കും. അപ്പോൾ 2026 യോഗ ദിനവുമായി ബന്ധപ്പെട്ട ദേശീയ പരിപാടിക്ക് ആതിഥേയത്വം വഹിക്കാനൊരുങ്ങുന്ന പട്ടണം ഏതാണ് അല്ലെ. ജൂൺ 21 അപ്പോൾ ആയിട്ടില്ല. ആതിഥേയത്വം വഹിക്കാനൊരുങ്ങുന്ന പട്ടണം ഏതാണ് എന്ന് ചോദിച്ചാൽ കൊൽക്കത്തയാണ് അല്ലെ. അപ്പോൾ പറഞ്ഞ പോയിന്റ് ഇതാണ്. യോഗ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ്? ജൂൺ 21. ഇപ്പോൾ നമ്മൾ ആചരിക്കാൻ പോകുന്നത് 2026 നമ്മൾ ആചരിക്കാൻ പോകുന്നത് 12ാമത് യോഗ ദിനമാണ്. അപ്പോൾ ആ യോഗ ദിനവുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിലുള്ള പരിപാടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന പട്ടണം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? കൊൽക്കത്തയാണ്. നല്ല ചോദ്യമാണ്. ഇങ്ങനെയുള്ളത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നേരത്തെ ഈ യോഗ ദിനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 2026 യോഗ ദിനം, അതുമായി ബന്ധപ്പെട്ട ദേശീയ പരിപാടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന പട്ടണം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? കൊൽക്കത്തയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പോയിന്റിലോട്ട് വരാം. കൗതുകമുള്ള ഒരു പോയിന്റാണ്. സമുദ്രത്തിനടിയിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ദേശീയ പതാക ഈ അടുത്ത കാലത്ത് സ്ഥാപിക്കപ്പെടുകയും അത് ഗിന്നസ് റെക്കോർഡായിട്ട് മാറുകയും ചെയ്തു. സമുദ്രത്തിനടിയിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ദേശീയ പതാക സ്ഥാപിച്ചിരിക്കുന്നത് അതൊരു ഗിന്നസ് റെക്കോർഡാണ്. അത് ഏത് സമുദ്രഭാഗത്താണ് എന്ന് ചോദിച്ചാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപിന് തൊട്ടടുത്തുള്ള സമുദ്രഭാഗത്താണ്. അത് ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയാണ്. അതുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ ദേശീയ പതാക സമുദ്രത്തിനടിയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ സമുദ്ര ഭാഗത്താണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി ആരെ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ ഒരു നേപ്പാളുകാരനാണ് കാമി റിത. അദ്ദേഹം 2026 മെയ് മാസത്തിലും എവറസ്റ്റ് കയറി സ്വന്തം റെക്കോർഡ് വീണ്ടും തിരുത്തി. നേരത്തെ തന്നെ ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി എന്നുള്ള റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ പേരിലാണ്.
31 തവണ അദ്ദേഹം നേരത്തെ എവറസ്റ്റ് കീഴടക്കിയിട്ടുണ്ട്. അപ്പോൾ റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ പേരിലാണ്. ഇപ്പോൾ അദ്ദേഹം വീണ്ടും എവറസ്റ്റ് കീഴടക്കിയിരിക്കുകയാണ്. അതായത് 32ാമത്തെ തവണ വീണ്ടും എവറസ്റ്റ് കീഴടക്കിയിട്ടുണ്ട്. അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി എന്നുള്ള ബഹുമതി ആരുടെ പേരിലാണ് എന്ന് ചോദിച്ചാൽ കാമി റിത എന്ന് പറയുന്ന നേപ്പാളുകാരൻ്റെ പേരിലാണ്. അതുപോലെ തന്നെ 2026 മെയ് മാസത്തിൽ ഒരു വനിത എവറസ്റ്റ് കീഴടക്കി. അതും ഒരു റെക്കോർഡാണ്. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വനിത. അവർ നേരത്തെ 10 തവണ എവറസ്റ്റ് കീഴടക്കിയിട്ടുണ്ടായിരുന്നു. അവരുടെ പേരിലാണ് റെക്കോർഡ്. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വനിത എന്നുള്ള റെക്കോർഡ് ആ പറഞ്ഞ സ്ത്രീയുടെ പേരിലായിരുന്നു. ഇപ്പോൾ സ്വന്തം റെക്കോർഡ് അവർ വീണ്ടും കാമി ഹൃദയെ പോലെ എന്ത് ചെയ്തു? പുതുക്കി. ആരാണ് ആ വനിത എന്ന് ചോദിച്ചാൽ ലക്പേ ഷെർപ്പ. ലക്പേ ഷെർപ്പ എവിടുത്തുകാരിയാണ്? നേപ്പാളുകാരിയാണ്. അപ്പോൾ അത് 11ാമത്തെ തവണയാണ്. എത്രാമത്തെ തവണയാണ്? 11ാമത്തെ തവണ. അപ്പോൾ പറഞ്ഞു വന്നത്, ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് കാമി ഹൃദയാണ്. 32 തവണ, പുതിയ റെക്കോർഡ്. അതുപോലെ ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വനിത ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ലക്പേ ഷെർപ്പ, നേപ്പാളുകാരി, 11 തവണ. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു പോയിന്റിലോട്ട് വരാം. പ്രഥമ യോഗാസന ചാമ്പ്യൻഷിപ്പ് 2026. പ്രഥമ യോഗാസന ചാമ്പ്യൻഷിപ്പ് 2026 ഇന്ത്യയിൽ വച്ച് നടന്നു. ഒരുപാട് രാജ്യങ്ങൾ പങ്കെടുത്തു, അല്ലേ? അപ്പോൾ പ്രഥമ യോഗാസന ചാമ്പ്യൻഷിപ്പ് 2026ൻ്റെ വേദി എവിടെയായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അഹമ്മദാബാദ്. അഹമ്മദാബാദ് പ്രഥമ യോഗാസന ചാമ്പ്യൻഷിപ്പ് 2026. യോഗ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. സ്പോർട്സുമായി ബന്ധപ്പെടുത്തി ഒരു ചാമ്പ്യൻഷിപ്പ്, ഒരു ടൂർണമെന്റ് സംഘടിപ്പിച്ചു. അപ്പോൾ പ്രഥമ യോഗാസന ചാമ്പ്യൻഷിപ്പ് 2026 വേദിയായ ഇന്ത്യൻ നഗരം ഏതാണ് എന്ന് ചോദിച്ചാൽ അഹമ്മദാബാദാണ്. അഹമ്മദാബാദ്, അല്ലെ? ഉറപ്പായ ചോദ്യമാണ്, പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ചോദിച്ചിരിക്കും. അപ്പോൾ പ്രഥമ യോഗാസന ചാമ്പ്യൻഷിപ്പ് 2026 വേദിയായ നഗരം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അഹമ്മദാബാദാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അല്ലെ? അത് ജൂൺ 21 യോഗാ ദിനം. യോഗാ ദിനവുമായി ബന്ധപ്പെട്ട ദേശീയ പരിപാടിക്ക് ആതിഥേയത്വം വഹിച്ച പട്ടണമാണ് കൊൽക്കത്ത. അത് വേറെയാണ്. ഇതൊരു ചാമ്പ്യൻഷിപ്പാണ്. പ്രഥമ യോഗാസന ചാമ്പ്യൻഷിപ്പ് 2026. അതിന് വേദിയായ പട്ടണം ഏതെന്നാണ് ചോദ്യം. അഹമ്മദാബാദാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദാണ്. ഇനി അവിടെ നല്ലൊരു ചോദ്യം വേറെയുണ്ട്. പ്രഥമ യോഗാസന ചാമ്പ്യൻഷിപ്പ് 2026ൻ്റെ ഭാഗ്യചിഹ്നം എന്താണ് എന്ന് ചോദിച്ചാൽ വീർ എന്ന പേരുള്ള സിംഹമാണ്. വീർ എന്ന പേരിലുള്ള ഒരു സിംഹമാണ് പ്രഥമ യോഗാസന ചാമ്പ്യൻഷിപ്പിൻ്റെ ഭാഗ്യചിഹ്നം. പ്രഥമ യോഗാസന ചാമ്പ്യൻഷിപ്പിൻ്റെ ഭാഗ്യചിഹ്നം വീർ എന്ന് പറയുന്ന സിംഹമാണ്. എവിടെ വെച്ചിട്ടാണ് ചാമ്പ്യൻഷിപ്പ് നടന്നത്? ഗുജറാത്തിലെ അഹമ്മദാബാദ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് BCCIയുടെ പുതിയ അധ്യക്ഷൻ ആരാണ്. നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. BCCIയുടെ പുതിയ അധ്യക്ഷൻ ആരാണ് എന്ന് ചോദിച്ചാൽ മിഥുൻ മൻഹാസ് ആണ്, അല്ലേ? കാശ്മീരുകാരൻ മിഥുൻ മൻഹാസ് ആണ് BCCIയുടെ പുതിയ പ്രസിഡന്റ്. BCCI അതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ. ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ് BCCIയുടെ പൂർണ്ണ രൂപം. ആ BCCIയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ മിഥുൻ മൻഹാസ് ആണ്. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വേറെയാണ്. വിവരാവകാശ നിയമത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കുന്നുണ്ട്. വിവരാവകാശ നിയമപ്രകാരം ഏതെങ്കിലും ഈ പറഞ്ഞ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട്, സർക്കാർ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലും വിവരം ആരാഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? ആ വിവരങ്ങൾ കിട്ടണം, അല്ലേ? പക്ഷേ ഒരു കാര്യമുണ്ട്, സർക്കാരിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള ഫണ്ടും വാങ്ങാത്ത ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു കോടതി ഉത്തരവാണ് വന്നത്. ആ കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ BCCI എന്ന് പറയുന്ന കായിക സംഘടന വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരത്തില്ല.
വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരാത്ത ഇന്ത്യൻ കായിക സംഘടനയാണ് ഏത്? BCCI. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു കോടതി ഉത്തരവുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും രീതിയിൽ പരീക്ഷയ്ക്ക് ചോദ്യമായേക്കാം, ശ്രദ്ധിച്ചു വയ്ക്കണം. അപ്പോൾ BCCI എന്ന് പറയുന്നത് ഒരു കായിക സംഘടനയാണ്. സർക്കാരിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള ഫണ്ട് വാങ്ങി പ്രവർത്തിക്കുന്ന സംഘടനയല്ല BCCI. അതുകൊണ്ട് തന്നെ BCCIയുമായി ബന്ധപ്പെട്ട കാര്യം വിവരാവകാശ നിയമപ്രകാരം നിങ്ങൾക്ക് നൽകേണ്ട കാര്യമില്ല. ഇതാണ് കോടതി ഉത്തരവ്. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്: വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരാത്ത ഇന്ത്യൻ കായിക സംഘടന എന്നുള്ള രീതിയിൽ ചോദ്യം ചോദിച്ചേക്കാം. അത് മനസ്സിലാക്കി വെക്കുക. ഏതാണ്? ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ അഥവാ BCCI. അപ്പോൾ അത് ശ്രദ്ധിച്ച് വായിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു പോയിന്റിലോട്ട് വരാം. ICC 2020 വനിതാ ലോകകപ്പ്. ICC 2020 വനിതാ ലോകകപ്പ് നടക്കാണ്. എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് വെച്ചിട്ടാണ് നടക്കുന്നത്. ICC 2020 വനിതാ ലോകകപ്പിൻ്റെ വേദി ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ആണ്, അല്ലേ? അപ്പോൾ ഈ ICC 2020 വനിതാ ലോകകപ്പിൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഹർമൻപ്രീത് കൗറാണ്. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആരാണെന്ന് ചോദിച്ചാൽ ഹർമൻപ്രീത് കൗറാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷം 2025 ICC വൺഡേ ലോകകപ്പ് നടന്നായിരുന്നു. ICC വൺഡേ വനിതാ ലോകകപ്പ് നടന്നായിരുന്നു. ഇന്ത്യയാണ് കിരീടം നേടിയത്. അന്ന് ആ ടീമിൻ്റെ ക്യാപ്റ്റനും ആര് തന്നെയായിരുന്നു? ഹർമൻപ്രീത് കൗറായിരുന്നു. ഇപ്പോൾ ICC വനിതാ 2020 ലോകകപ്പ് എവിടെ വെച്ച് നടക്കുന്നു? ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് വെച്ച് നടക്കുന്നു. ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറാണ്. ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റിലോട്ട് വരാം. 2026 ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്ര? അല്ലേ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. മെയ് 3 പത്ര സ്വാതന്ത്ര്യ ദിനമാണ്, അല്ലേ? ലോക പത്ര സ്വാതന്ത്ര്യ ദിനമാണ്, അല്ലെങ്കിൽ ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനമാണ് മെയ് 3. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക പുറത്തിറങ്ങും. അങ്ങനെ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്ന് ചോദിച്ചാൽ വളരെ മോശമാണ്. 157 അപ്പോൾ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക 2026 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്ന് ചോദിച്ചാൽ 157. ഈ പറഞ്ഞ പട്ടികയിൽ ഒന്നാമതുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ നോർവേ ആണ്. അതായത് മാധ്യമങ്ങൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യമുള്ള രാജ്യം ഏതാണ്? നോർവേ ആണ്. ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് അത്രയ്ക്ക് മാധ്യമ സ്വാതന്ത്ര്യമില്ല എന്നാണ് ഈ പറഞ്ഞ സൂചിക പറയുന്നത്. അപ്പോൾ 2026 ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്ന് ചോദിച്ചാൽ അത് 157. ഇതുപോലെ ഒരു സൂചിക 2026 ഒരു സൂചിക നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആഗോള അഴിമതി സൂചിക. ആഗോള അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്ന് ചോദിച്ചാൽ അത് 91. 91. ആഗോള അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 91. നമ്മൾ പഠിച്ച കാര്യമാണ്. ആഗോള അഴിമതി സൂചികയിൽ 1ാം റാങ്കിലുള്ള രാജ്യം, അതായത് അഴിമതി ഒട്ടുമില്ലാത്ത രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഡെൻമാർക്കാണ്. ഏതാണ്? ഡെൻമാർക്ക്. അതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആഗോള സന്തോഷ സൂചിക 2026. ഇതെല്ലാം 2026 സൂചികയാണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. ആഗോള സന്തോഷ സൂചിക 2026. അതിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്ന് ചോദിച്ചാൽ 116. 116. ആഗോള സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, കുറേ കാലമായിട്ട് ആ രാജ്യം തന്നെയാണ് 1ാം സ്ഥാനത്ത് വരുന്നത്. ഏത് രാജ്യമാണ്? ഫിൻലാൻഡ്, അല്ലേ? അപ്പോൾ നമ്മൾ 3 സൂചിക പറഞ്ഞു. ഇതിലേതെങ്കിലും ഒരു സൂചിക വരുന്ന പരീക്ഷകളുടെ ചോദ്യപേപ്പറിൽ ഉണ്ടാവും. അപ്പോൾ ആദ്യം പറഞ്ഞത് മാധ്യമ സ്വാതന്ത്ര്യ സൂചികയാണ്. അതിൽ 1ാം സ്ഥാനത്ത് ഉള്ള രാജ്യം നോർവേ ആണ്. ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 157. പിന്നീട് പറഞ്ഞത് ആഗോള അഴിമതി സൂചികയാണ്. അതിൽ 1ാം സ്ഥാനത്തുള്ള അഴിമതി ഇല്ലാത്ത രാജ്യം, അതാണ് 1ാം സ്ഥാനം, ഏതാണ്? ഡെൻമാർക്കാണ്. ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 91. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് ആഗോള സന്തോഷ സൂചിക. ആഗോള സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലാൻഡാണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 116. 116. അപ്പോൾ അത് നല്ല പോയിന്റുകളാണ്, ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നല്ലൊരു ചോദ്യത്തിലോട്ടാണ് നമ്മൾ വരുന്നത്.
2026 ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരം നേടിയ കൃതി ഏതാണ്? 2026 ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരം നേടിയ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ തായ് വാൻ ട്രാവലോഗ് എന്ന് പറയുന്ന ഒരു കൃതിയാണ്, അല്ലേ? അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് ചോദിച്ചാൽ ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരമുണ്ട്, അല്ലാതെ ബുക്കർ പുരസ്കാരമുണ്ട്. ഇത് രണ്ടും ഒരു പുരസ്കാരമല്ല, രണ്ടും വ്യത്യസ്ത തലങ്ങളിലുള്ള പുരസ്കാരങ്ങളാണ്. ബുക്കർ പുരസ്കാരം വേറെയാണ്, ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരം വേറെയാണ്. ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരം നൽകുന്നത് ഏത് രീതിയിലുള്ള അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കൃതികൾക്കാണ് വിദേശ ഭാഷകളിൽ രചിക്കുകയും പിന്നീട് ഇംഗ്ലീഷിലോട്ട് പരിഭാഷപ്പെടുത്തുകയും ചെയ്ത കൃതികൾക്ക് നൽകുന്ന പുരസ്കാരമാണ് ഏത്? ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരം. അതായത് വിദേശ ഭാഷയിൽ രചിച്ചതായിരിക്കണം, ഇംഗ്ലീഷിലോട്ട് പരിഭാഷപ്പെടുത്തിയതായിരിക്കണം. അങ്ങനെയുള്ള കൃതികൾക്കാണ് ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരം നൽകുന്നത്. എന്നാൽ ബുക്കർ പുരസ്കാരം ഏത് കൃതികൾക്കാണ് നൽകുന്നത്? ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയ കൃതികൾക്കാണ് ബുക്കർ പുരസ്കാരം നൽകുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയ കൃതികൾക്കാണ് ബുക്കർ പുരസ്കാരം നൽകുന്നത്. അപ്പോൾ ആ വ്യത്യാസം മനസ്സിലാക്കി വയ്ക്കണം. ബുക്കർ പുരസ്കാരം വേറെയാണ്, ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരം വേറെയാണ്. ഇപ്പോൾ ഞാൻ പറയുന്നത് എന്താണ്? 2026 ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരം നേടിയ കൃതി ഏതാണ്? ഏതാണ് കൃതി? തായ് വാൻ ട്രാവലോഗ്. തായ് വാൻ ട്രാവലോഗ് എന്ന് പറയുന്ന കൃതിയാണ്. ഇത് ചൈനീസ് ഭാഷയിൽ രചിക്കപ്പെട്ട കൃതിയാണ്. ചൈനീസ് ഭാഷ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും മാൻഡറിൻ, അല്ലെ? ചൈനീസ് മാൻഡറിൻ ഭാഷയിൽ രചിക്കപ്പെട്ട കൃതിയാണ്, പിന്നീട് ഇംഗ്ലീഷിലോട്ട് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കൃതിക്കാണ്, തായ് വാൻ ട്രാവലോഗ് എന്ന് പറയുന്ന കൃതിക്കാണ് 2026 ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരം ലഭിച്ചത്. ഈ പറഞ്ഞ കൃതി എഴുതിയത് ഒരു വനിതയാണ്, യാങ് ഷുവാങ്സി. യാങ് ഷുവാങ്സി എഴുതിയ തായ് വാൻ ട്രാവലോഗ് എന്ന് പറയുന്ന കൃതിക്കാണ് 2026 ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരം ലഭിച്ചത്. 2026 ബുക്കർ പുരസ്കാരം നവംബർ മാസത്തിലെ പ്രഖ്യാപിക്കൂ. 2026 നവംബർ മാസത്തിലെ പ്രഖ്യാപിക്കൂ. ഇപ്പോൾ ഉള്ളത് 2025. നിങ്ങളടുത്ത് ചോദിച്ചാൽ 2025 ബുക്കർ പുരസ്കാരമായിരിക്കും ചോദിക്കുന്നത്. 2025 ബുക്കർ പുരസ്കാരം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫ്ലഷ്, FLESH, ഫ്ലഷ് എന്ന് പറയുന്ന കൃതിക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഡേവിഡ് സലായ് രചിച്ച ഫ്ലഷ് എന്ന് പറയുന്ന കൃതിക്കാണ് 2025 ബുക്കർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 2026 ബുക്കർ പുരസ്കാരം ഇനി വരത്തേ ഉള്ളൂ. ഇതിപ്പോൾ എന്താണ് പറഞ്ഞത്? 2026 ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരം ലഭിച്ച കൃതി തായ് വാൻ ട്രാവലോഗ്. തായ് വാൻ ട്രാവലോഗ് ആദ്യമായിട്ടാണ് ചൈനീസ് ഭാഷയിൽ രചിക്കപ്പെട്ട ഒരു കൃതിക്ക് എന്ത് ലഭിക്കുന്നത്? ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരം ലഭിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു പോയിന്റിലോട്ട് വരാം. ഉർസ മേജർ. എന്താണ് ഉർസ മേജർ എന്ന് ചോദിച്ചാൽ ഇതൊരു റഷ്യൻ ചരക്ക് കപ്പലാണ്. ഒരു റഷ്യൻ ചരക്ക് കപ്പലിൻ്റെ പേരാണ് ഉർസ മേജർ. ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ചരക്ക് കപ്പൽ 2024 ഡിസംബറിൽ മെഡിറ്ററേനിയൻ കടലിൽ സ്പെയിനിന് സമീപത്തായിട്ട് മുങ്ങിപ്പോയായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ റിപ്പോർട്ട് ഈ അടുത്ത കാലത്ത് വന്നു. അല്ലാതെ 2024 കറണ്ട് അഫയേഴ്സ് ആയിട്ട് നിങ്ങൾ ഇതിനെ കാണണ്ട. 2026 ഇതിനൊരു പ്രാധാന്യമുണ്ട്. അപ്പോൾ എന്താണ് ഉർസ മേജർ എന്ന് ചോദിച്ചാൽ അതൊരു റഷ്യൻ ചരക്ക് കപ്പലാണ്. 2024 ഡിസംബറിൽ മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ സ്പെയിനിന് സമീപത്തായിട്ട് മുങ്ങിപ്പോയ ഒരു റഷ്യൻ ചരക്ക് കപ്പലാണ് ഏത്? ഉർസ മേജർ. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വന്നപ്പോൾ അതിനകത്ത് പറയുന്നത് ഈ ചരക്ക് കപ്പലിൽ ആണവ ഇന്ധനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനകത്ത് ആണവ ഇന്ധനം ഉണ്ടായിരുന്നു, അല്ലേ? റഷ്യൻ ചരക്ക് കപ്പലാണ്. ഈ ചരക്ക് കപ്പൽ പോയിക്കൊണ്ടിരുന്നത് എങ്ങോട്ടാണ്? നോർത്ത് കൊറിയയിലോട്ടാണ്, ഉത്തര കൊറിയയിലോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതായത് സംശയിക്കുന്ന ഇതാണ്, റഷ്യ ഉത്തര കൊറിയയിലോട്ട് ആണവ ഇന്ധനം കടത്തുന്നുണ്ടോ എന്നൊരു സംശയമാണുള്ളത്. എല്ലാവരുടെയും കണ്ണു വെട്ടിച്ചിട്ട് ആണവ ഇന്ധനം ആർക്ക് കൊടുക്കുന്നുണ്ട്? ഉത്തര കൊറിയയ്ക്ക് കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയം ലോകത്ത് ബലപ്പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, അതിനകത്ത് ആണവ ഇന്ധനം ഉണ്ടെങ്കിൽ ആണവ വികിരണങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് വാർത്താ പ്രാധാന്യം ഈ അടുത്ത കാലത്ത് ഏത് കപ്പലിന് കിട്ടി? ഉർസ മേജറിന് കിട്ടി. അപ്പോൾ ഉർസ മേജർ എന്ന് പറയുന്ന കപ്പൽ 2024 ഡിസംബറിൽ മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ സ്പെയിനിന് സമീപം മുങ്ങിപ്പോയ റഷ്യൻ ചരക്ക് കപ്പലാണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റിലോട്ട് വരാം. ഒരു റോബോട്ടിൻ്റെ പേരാണ്.
റോബോട്ടിൻ്റെ പേരാണ് ഗാബി. ഗാബി എന്ന് പറഞ്ഞാൽ ഒരു റോബോട്ടാണ്. എന്താണ് പ്രത്യേകത? ലോകത്തിലെ ആദ്യത്തെ സന്യാസി റോബോട്ടാണ്. ലോകത്തിലെ ആദ്യത്തെ സന്യാസി റോബോട്ട് എന്ന് വിളിക്കപ്പെടുന്ന റോബോട്ടാണ് ഏത്? ഗാബി. ദക്ഷിണ കൊറിയയാണ് ഈ റോബോട്ടിനെ അവതരിപ്പിച്ചത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, ലോകത്തിലെ ആദ്യത്തെ സന്യാസി റോബോട്ട്, അതിൻ്റെ പേരാണ് ഗാബി. ആ ഗാബി എന്ന് പറയുന്ന സന്യാസി റോബോട്ടിനെ അവതരിപ്പിച്ച രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ദക്ഷിണ കൊറിയയാണ്. ഏതാണ് രാജ്യം? ദക്ഷിണ കൊറിയ, അല്ലേ? അപ്പോൾ ഗാബി എന്ന് പറയുന്ന സന്യാസി റോബോട്ട് എന്ത് സേവനമാണ് നൽകുന്നത്? ആത്മീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, മതപരമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സേവനങ്ങളാണ് ഏത് നൽകുന്നത്? ഗാബി എന്ന് പറയുന്ന സന്യാസി റോബോട്ട് നൽകുന്നത്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ സന്യാസി റോബോട്ടാണ് ഗാബി. ഗാബി എന്ന് പറയുന്ന സന്യാസി റോബോട്ടിനെ അവതരിപ്പിച്ച രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ദക്ഷിണ കൊറിയ. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ചോദ്യത്തിലോട്ട് വരാം. നല്ലൊരു ചോദ്യമാണ്. എ വുമൺ നെവർ സ്റ്റോപ്പ് ഫൈറ്റിംഗ്. എ വുമൺ നെവർ സ്റ്റോപ്പ് ഫൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പുസ്തകത്തിൻ്റെ പേരാണ്. ആ പുസ്തകം എന്ന് പറയുമ്പോൾ ഒരു ആളുടെ ഓർമ്മക്കുറിപ്പുകളാണ്. ഒരാളുടെ ഓർമ്മക്കുറിപ്പുകളാണ്, എഴുത്തുകാരിയുടെ ഓർമ്മക്കുറിപ്പുകളാണ്. അപ്പോൾ എ വുമൺ നെവർ സ്റ്റോപ്പ് ഫൈറ്റിംഗ് എന്ന് പറയുന്ന പുസ്തകം, ഓർമ്മക്കുറിപ്പുകൾ രചിച്ചത് ആര് എന്ന് ചോദിച്ചാൽ നർഗീസ് മുഹമ്മദിയാണ്. എ വുമൺ നെവർ സ്റ്റോപ്പ് ഫൈറ്റിംഗ് എന്ന് പറയുന്ന ഓർമ്മക്കുറിപ്പുകൾ രചിച്ചത് ആര് എന്ന് ചോദിച്ചാൽ നർഗീസ് മുഹമ്മദിയാണ്. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ ഇതിൻ്റെ ഒരു പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ആരാണ് നർഗീസ് മുഹമ്മദി എന്ന് മനസ്സിലാക്കിയാൽ ആ ചോദ്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാവും. ഇറാനിലെ ഒരു മനുഷ്യാവകാശ പ്രവർത്തകയാണ് നർഗീസ് മുഹമ്മദി. ഇറാനിലെ അറിയപ്പെടുന്ന മനുഷ്യാവകാശ പ്രവർത്തകയാണ് നർഗീസ് മുഹമ്മദി. 2023 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ആർക്ക് ലഭിച്ചിട്ടുണ്ട്? നർഗീസ് മുഹമ്മദിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എ വുമൺ നെവർ സ്റ്റോപ്പ് ഫൈറ്റിംഗ് എന്ന് പറയുന്ന ഓർമ്മക്കുറിപ്പുകൾ രചിച്ച ഇറാനിയൻ മനുഷ്യാവകാശ പ്രവർത്തക, നോബൽ സമ്മാന ജേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? നർഗീസ് മുഹമ്മദിയാണ്. അപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട്, ഇന്നത്തെയും ഇതിനു മുമ്പിലത്തെയും ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചത് 2026 മെയ് മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ക്ലാസ്സിനകത്ത് പറയുന്നത്. അല്ലാത്ത കാര്യങ്ങൾ നോട്ടിനകത്ത് ഉണ്ടാവും. നോട്ട് നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ നിന്ന് ലഭിക്കും. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഗുണകരമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. അതിന് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനലിനെ കൂടുതൽ ആൾക്കാരിലോട്ട് എത്തിക്കുക. അത് നിങ്ങൾ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.